സമുദ്രനിരപ്പിൽ നിന്നും 8,000 അടി മുകളിലേക്ക് ഒരു കേബിൾ കാർ യാത്ര. അവിടെ ചെന്ന് കഴിഞ്ഞാണെങ്കിൽ കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് പെയ്ത്തും. പിന്നെ മഞ്ഞ് വന്നിട്ട് നമ്മുടെ താടിയിലും മീശയിലും ഒക്കെ ഇരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫീലാണ്. പഹൽഗാമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വണ്ടർഫുൾ ആണ് കേട്ടോ, ഭയങ്കര രസമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ മഴ പൊടിയുന്നത് പോലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. സോനമാർഗ് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഗുൽമാർഗിലേക്കാണ് പോകുന്നത്. തന്മാർഗ് വരെ നമ്മുടെ ടാക്സിയിൽ പോയിട്ട് അവിടെ നിന്ന് യൂണിയൻ ക്യാബിലാണ് നമ്മൾ ഗുൽമാർഗ് ഗൊണ്ടോള കേബിൾ കാർ റൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് 2,500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വരുന്നത് പ്രൈവറ്റ് വെഹിക്കിളിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകാൻ പറ്റും. പോകുന്നതിന് മുന്നേ നമ്മൾ ജാക്കറ്റ്സും ഷൂവും ഒക്കെ ഇങ്ങനൊരു ഷോപ്പിൽ നിന്ന് ഹയർ ചെയ്തിട്ടാണ് പോകുന്നത്. വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഈ റോഡിൽ മിക്കപ്പോഴും മഞ്ഞുണ്ടാവും. അതുകൊണ്ടാണ് 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസ് മാത്രം ഇങ്ങോട്ട് അലോ ചെയ്യുന്നത്. ഇനി അങ്ങനെ അല്ലാത്ത വെഹിക്കിൾ ആണെങ്കിൽ കൂടി പ്രൈവറ്റ് വെഹിക്കിൾസ് അലോ ചെയ്യും. അതിനൊരു കണ്ടീഷനുണ്ട്, നമ്മുടെ കയ്യിൽ മഞ്ഞത്ത് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ചെയിൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ടയറിൽ ചെയിൻ ഇട്ട് ലോക്ക് ചെയ്തിട്ടാണ് മഞ്ഞുള്ള സ്ഥലത്തൂടെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന മലയാളികളാണെന്നുള്ളതിന് തെളിവാകട്ടോ ഈ നേരിട്ട് കാണുന്നത്. ഇതാ ഒരു ഇന്നോവ കേരള രജിസ്ട്രേഷൻ. തന്മാർഗിൽ നിന്ന് ഗുൽമാർഗിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ വണ്ടി കണ്ടത്. ഏകദേശം 12-13 കിലോമീറ്ററാണ് ഈ ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മൾ ഗുൽമാർഗ് എത്തിക്കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്റർ നടന്ന് വേണം നമ്മൾ ഗൊണ്ടോള കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലെത്താൻ. ഈ പോകുന്ന വഴിയാണെങ്കിൽ ചുറ്റും ഫോറസ്റ്റാണ്. ഇവിടെ ബ്ലാക്ക് ബെയറിൻ്റെയും ബ്രൗൺ ബെയറിൻ്റെയും ഒക്കെ സൈറ്റിങ് ഇടയ്ക്ക് കിട്ടാറുണ്ടെന്ന് നമ്മുടെ ഡ്രൈവർ പറയുകയും ചെയ്തു. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും തോറും തണുപ്പിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗുൽമാർഗ് എത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നടന്നാണ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. എവിടെ പോയാലും മലയാളികളുണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇവരെയൊക്കെ സോനമാർഗിൽ നിന്നും ശ്രീനഗറിൽ നിന്നൊക്കെ കണ്ട് പരിചയപ്പെട്ടതാണ്. കാശ്മീരിൽ ഓൾമോസ്റ്റ് എല്ലാവരും പോകുന്ന ഡെസ്റ്റിനേഷൻസ് ആയതുകൊണ്ട് ഇവരെ പല സ്ഥലത്തുനിന്ന് കാണാനുള്ള സാധ്യതയുണ്ട്. സോനമാർഗിൽ നിന്ന് പരിചയപ്പെട്ട വേറെ കുറച്ച് കൂട്ടുകാരെ കൂടി നമ്മൾ ഗൊണ്ടോള കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ നടക്കണമെന്ന് പറഞ്ഞ 1.5 കിലോമീറ്റർ നമുക്ക് വേറെ ഓപ്ഷനിലും വരാം. അവിടെ നിന്ന് ഒരാൾക്ക് 100 രൂപ വെച്ച് ടാക്സി ഇങ്ങോട്ട് കൊണ്ടുവിടുന്നുണ്ട്. അതുകൂടാണ്ട് സ്ലഡ്ജിൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുമുണ്ട്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയുടെയൊക്കെ മേളിൽ ഐസൊക്കെ ഉറഞ്ഞ് കട്ട പിടിച്ച് കിടക്കുകയാണ്. എല്ലാ ദിവസവും തന്നെ ഇവിടെയൊക്കെ മഞ്ഞുപെയ്ത്ത് ഉണ്ടാകാറുമുണ്ട്. ഗൊണ്ടോള കേബിൾ കാറിൻ്റെ ഫേസ് 1, ഫേസ് 2 ടിക്കറ്റ്സ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യം അറിയാൻ സാധിച്ചത്, ഫേസ് 2 ഇപ്പോൾ ഓപ്പറേറ്റിംഗ് അല്ല. അതിനുള്ള കാരണം ഫേസ് 1 എത്തുമ്പോൾ തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാകും. ചെറിയ രീതിയിലുള്ള സ്നോഫോളൊക്കെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേഷനിൽ കയറി ഒരു 3/4 മണിക്കൂറോളം നമ്മുടെ ID വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ക്യൂ നിന്നു. ID വെരിഫിക്കേഷൻ്റെ ക്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു. ഇവരെ നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ ദിവസം സോനമാർഗിൽ നിന്ന് പരിചയപ്പെട്ടവരാണ്. ID വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 മണിക്കൂർ കൂടെ ക്യൂ നിന്നിട്ടാണ് നമുക്ക് കയറാനുള്ള ഗൊണ്ടോളയുടെ അടുത്തേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഗുൽമാർഗ് ഗൊണ്ടോള റൈഡ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ ഏർലി മോർണിംഗ് തന്നെ ഇവിടെ എത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. -ഡിഗ്രിയിലാണ് നമ്മളിപ്പോൾ കേബിൾ കാറിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം -10 to -15 ഇവിടുത്തെ ടെമ്പറേച്ചർ മാത്രമല്ല പ്രശ്നം, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് കാറ്റ് കൂടി അടിക്കും. ഗൊണ്ടോളയൊക്കെ ഫുള്ളി കവേർഡ് ആയതുകൊണ്ട് നമുക്ക് ആ തണുപ്പും കാറ്റും ഒന്നും അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ഇവിടുത്തെ ഗ്രാമമൊക്കെ കംപ്ലീറ്റ്ലി മഞ്ഞിൽ മൂടിക്കിടക്കുകയാണ്. അവിടെയുള്ള ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകളാണ്. അതൊക്കെ മഞ്ഞാൽ മൂടപ്പെട്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. മഞ്ഞിൽ സ്കീയിങ് ചെയ്യുന്നവരുടെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനാണ് ഗുൽമാർഗ്. അങ്ങനെ ഒരു 20 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഗൊണ്ടോള ഏകദേശം മേളിൽ, അതായത് ഫേസ് 1 എത്തിച്ചേരുകയാണ്. ഇവിടെ എത്തി പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും മനസ്സിലാകുന്നത്. ഒരു ഉത്സവത്തിനുള്ള ആളുകളെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ജനക്കൂട്ടമാണ് ഇവിടെ. അത് മാത്രമല്ല, അസഹനീയമായ തണുപ്പും നല്ല കാറ്റും അതിൻ്റെ കൂട്ടത്തിൽ മഴത്തുള്ളികൾ പോലെ തന്നെ മഞ്ഞും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്തിറങ്ങി നമ്മൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റൊക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് നേരം ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ തണുപ്പിലൊന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ബോധ്യമായി. ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ 1-2 ഫാമിലീസ് വന്നിട്ട് അവർക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ട് എമർജൻസി ആയിട്ടാണ് താഴേക്ക് കൊണ്ടുപോയത്. എമർജൻസി എന്ന് പറഞ്ഞാലും ഈ ഗൊണ്ടോളെ തന്നെയാണ് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റുക. ആദ്യമായിട്ട് മഞ്ഞ് പെയ്ത്ത് ആസ്വദിക്കുന്ന സമീറിനെ കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്.
ശ്വാസകോശ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരോ ചെറിയ കുട്ടികളോ നല്ല പ്രായമായിട്ടുള്ളവരോ ഒക്കെ വിൻ്റർ സീസണിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ എക്സ്ട്രാ കെയർ എടുക്കുന്നത് നല്ലതാണ്. ഫേസ് 1 എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് അവസരങ്ങളുണ്ട്. സ്കീയിങ്, ഐസ് സ്കേറ്റിങ്, അതുപോലെ നമ്മൾ സോനമാർഗിൽ ചെയ്ത പോലുള്ള ഐസിലോടുന്ന ബൈക്കിലുള്ള ഡ്രൈവ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമുക്ക് ഇവിടെയും പറ്റുന്നതാണ്. പിന്നെ മഞ്ഞ് വന്നിട്ട് നമ്മുടെ താടിയിലും മീശയിലും ഒക്കെ ഇരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫീലാണ്. നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ തന്നെ സംസാരത്തിൽ അക്ഷരങ്ങളൊക്കെ ചിലതൊന്നും കിട്ടുന്നില്ല. പിന്നെ നല്ല തണുപ്പായി കഴിഞ്ഞാൽ നമുക്കത് ബ്ലഡ് സർക്കുലേഷൻ അതുപോലെ ബ്രീത്തിങ് എല്ലാം പ്രശ്നമാണ്. സോ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഫേസ് 2 ക്ലോസ്ഡ് ആണ്. ഫേസ് 2 ഈ ഒരു ക്ലൈമറ്റിൽ ഇവർക്ക് ഫേസ് 2 ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇതിലും വേസ്റ്റ് ക്ലൈമറ്റാണ്. ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ തണുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. 8000 അടിയിലാണ് ഫേസ് 1 സ്ഥിതി ചെയ്യുന്നത്. 13000 അടിയിലാണ് ഫേസ് 2 സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ചെയറുകൾ ഇവിടെ സ്കീയിങ് ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫേസ് 1 നിന്ന് ഈ ചെയറിലിരുന്നാണ് ഇവർ മുകളിലേക്ക് പോകുന്നത്. എന്നിട്ട് അവരവിടെ നിന്ന് താഴെ ഇറങ്ങി മഞ്ഞിലൂടെ ഇതുപോലെ സ്കീ ചെയ്ത് താഴെ നമ്മുടെ സ്റ്റേഷൻ വരെ എത്തും. കുറച്ച് സാഹസികതയും അപകടവും ഒക്കെ ഉള്ള ഒരു വിനോദം തന്നെയാണ് ഈ ഐസ് സ്കീയിങ് എന്ന് പറയുന്നത്. തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇപ്പോഴേ ഈ ഷെഡിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്യൂവിൽ വീണ്ടും ഒരു മണിക്കൂർ നിന്നിട്ടാണ് നമുക്ക് ഗൊണ്ടോള കിട്ടി താഴേക്ക് ഇറങ്ങാൻ പറ്റിയത്. ഈ സീസണിൽ ആരും താമസമില്ലാത്ത ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെയാണ് താഴെ കാണുന്നത്. മഞ്ഞുകാലത്തിൻ്റെ ഈ കഠിനാവസ്ഥ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് വരും. പിന്നെ ഇവിടെ വേറൊരു ലെവലായിരിക്കും കാണാൻ. ഫുള്ള് പച്ച വിരിച്ച മലനിരകളായിരിക്കും. അങ്ങനെ തിരിച്ച് നമ്മൾ താഴെ എത്തി ജാക്കറ്റൊക്കെ റിട്ടേൺ ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചൂടൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ വണ്ടി കയറി ശ്രീനഗറിലേക്ക് പോയത്. ശ്രീനഗർ മാർക്കറ്റിൽ ചെന്നിട്ട് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കൂടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് അവിടെ വളരെ കൗതുകമുള്ള 1-2 സാധനങ്ങൾ കണ്ടത്. ഉണക്കമീൻ്റെ ബജ്ജി, അതുപോലെ ഒരു വലിയ പാത്രത്തിൻ്റെ അത്രയും വലിപ്പമുള്ള പൊറോട്ട. ഇതൊക്കെ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത ഐറ്റംസ് കൂടിയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഖയാം ചൗക്കിലെ നമ്മുടെ മുനീർ കഫറ്റീരിയയിൽ വീണ്ടും വന്ന് ഡിന്നറും കൂടെ കഴിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് യാത്രയാകുന്നത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് നല്ല ആക്റ്റീവാകും. ഒരുപാട് പേരാണ് ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ളവരും ട്രാവൽ ചെയ്ത് വരുന്നവരുമൊക്കെ ഈ സ്ട്രീറ്റിൽ ഫുഡ് കഴിക്കാനെത്തുന്നത്. നമ്മളും അങ്ങനെ കുറച്ച് കാശ്മീരി വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് അഹമ്മദ് ഭായിയുടെ അടുത്ത് യാത്രയും പറഞ്ഞ് തിരിച്ചു പോവുകയാണ്. പുള്ളി ഈ ഹോട്ടലിൻ്റെ മുതലാളിയാണെങ്കിലും പുള്ളി ഇവിടെ ഫുൾ ടൈം ഒരു വർക്കറായിട്ട് തന്നെ ഉണ്ടാവും. കബാബും ടിക്കയും ഒക്കെ പുള്ളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താണ് ഇവിടെ വരുന്നവർക്കൊക്കെ സെർവ് ചെയ്യുന്നത്. പിറ്റേ ദിവസം യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഓരോ കാശ്മീരി പഷ്മിന ഷോള് ഗിഫ്റ്റ് തന്നാണ് ഞങ്ങളെ യാത്ര അയച്ചത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പഹൽഗാമിലേക്കാണ്. നമ്മുടെ മൂന്നാറിനോടും ഊട്ടിയോടും ഒക്കെ ഒരുപാട് സാദൃശ്യം തോന്നുന്ന ഒരു പ്രദേശമാണ് പഹൽഗാം. പോകുന്ന വഴിയാണെങ്കിൽ റോഡിൻ്റെ 2 സൈഡിലും വലിയ കൃഷിസ്ഥലങ്ങളാണ്. നെൽപ്പാടം പോലെ പരന്ന് കിടക്കുന്ന കൃഷിസ്ഥലങ്ങൾ. ഇതാണെങ്കിൽ ലോകപ്രശസ്തമായ കാശ്മീരി സാഫ്രോൺ, അതായത് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന പാടങ്ങളാണ്. ഇവിടെ ഓഗസ്റ്റ് മാസത്തിലാണ് കുങ്കുമപ്പൂവിൻ്റെ വിളവെടുക്കുന്നത്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പാടശേഖരത്തിലൊക്കെ കുങ്കുമപ്പൂവും അത് വിളവെടുക്കുന്നതും ഒക്കെ കാണാൻ പറ്റും. പഹൽഗാം റൂട്ടിലുള്ള ആപ്പിൾ തോട്ടമാണ്. ആപ്പിളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയാണ്. കാര്യം ഇല പോലും ആ മരങ്ങളിലൊന്നുമില്ല. വിൻ്റർ ആയിക്കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത കൂടിയാണിത്. ഇല പൊഴിക്കുന്ന എല്ലാ മരങ്ങളും ഇല പൊഴിച്ചിട്ട് കമ്പ് മാത്രമായിട്ട് നിൽക്കും. ഇവിടെ ഇപ്പോഴും ഫ്രഷ് ആപ്പിൾ ജ്യൂസ് വിൽക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ആപ്പിൾ ഇല്ലാത്ത സീസണിൽ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് എന്ന് ചോദിക്കേണ്ട. ഇവിടുത്തെ ക്ലൈമറ്റിൽ തന്നെ കുറേ നാളുകളോളം ആപ്പിൾ കേടുകൂടാണ്ടിരുന്നത്. പോകുന്ന റൂട്ടിൽ അനന്തനാഗ് കഴിഞ്ഞതിന് ശേഷം അങ്ങ് ദൂരെ ഒരു മലയുടെ മേളിൽ ഒരു ദർഗ കാണാൻ പറ്റും. ബജ്രംഗി ഭായ്ജാൻ എന്ന സിനിമയിൽ ഒരു സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പഹൽഗാമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പോണി റൈഡുകൾ, അതായത് കുതിരസവാരിയുള്ള സ്ഥലമാണ് പഹൽഗാം. അതുപോലെ തന്നെ ABC വാലി, ആരു, ബേട്ട, ചന്ദൻവാരി, അങ്ങനെ 3 താഴ്വരകളുടെ ഒരു പ്രദേശം കൂടിയാണ് പഹൽഗാം. ഈ ABC വാലിയിലേക്ക് നമുക്കിവിടെ നിന്ന് യൂണിയൻ ക്യാബ് ബുക്ക് ചെയ്ത് വേണം പോകാൻ. അത് 2500 രൂപ തൊട്ട് മേളിലേക്കാണ് പല വണ്ടിക്ക് ചാർജ് വരുന്നത്. പഹൽഗാം ഒരു വലിയ പട്ടണ പ്രദേശമൊന്നുമല്ല, മലനിരകൾക്കുള്ളിലുള്ള ഒരു ചെറിയ സിറ്റി. അതാണ് നമ്മുടെ ഊട്ടിയും മൂന്നാറും ഒക്കെ ആയിട്ട് ഞാൻ ആദ്യമേ താരതമ്യം ചെയ്തത്. പക്ഷേ ഊട്ടിയുടെ മൂന്നാറിൻ്റെ ഒന്നും അത്രയും വലിപ്പം ഈ പ്രദേശത്തിനില്ലാതായിരുന്നു. നമ്മൾ പഹൽഗാമിൽ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ് മൗണ്ടൻ പീക്സ്. ഇതുവരെ താമസിച്ചതെല്ലാം സിറ്റിയിലുള്ള ഹോട്ടലുകളാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ നേരെ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ
തനതായ കാശ്മീരി ഗ്രാമങ്ങളുടെ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ പ്രധാന ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് കുതിരസവാരി തന്നെയാണ്. ഈ ഹോട്ടൽ ഞാൻ നന്നായിട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നൊരു ഹോട്ടൽ കൂടിയാണ് കേട്ടോ. അതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയറും ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ നേരെ പുറകിലോട്ടൊരു വഴി കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ അതിലേ കയറിയങ്ങ് നടന്ന് ചെന്ന് എത്തുന്നതാണെങ്കിൽ ഏതോ സിനിമകളിലും കഥകളിലും ഒക്കെ കണ്ടിട്ടുള്ള പോലെ ചെറിയ 1-2 വീടുകളൊക്കെയുള്ള ഒരു കുന്നിൻ്റെ ചരിവിലാണ്. അവിടെ ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞും വീണ് കിടപ്പുണ്ട്. കൂടുതൽ വീടുകളുടെ സൈഡിൽ പോണി, അതായത് സവാരിക്കുള്ള കുതിരകളെ കെട്ടിയിട്ടുണ്ട്. ഐസ് ഉരുകി വരുന്ന ഐസ് വാട്ടർ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കുതിരയും പരസ്പര സ്നേഹത്തോടെ സഹകരണത്തോടെ ഒന്നിച്ച് മേല് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുതിരകളെയൊക്കെ ഇവിടെ കാണാൻ പറ്റി. ഇവരുടെയൊക്കെ പുറത്തിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം, വർഷങ്ങളായിട്ട് ആളുകളെ ചുമന്ന് പുറമൊക്കെ ഏകദേശം വളഞ്ഞ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു പോണി റൈഡ് ചെയ്യുന്നതിന് ഒട്ടും താല്പര്യം ഉണ്ടാകത്തില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും പഹൽഗാമിലെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ബായിസരൺ എന്ന പ്രദേശത്തേക്കുള്ള പോണി റൈഡ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആളുകളുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെയും കൊണ്ട് കുതിരപ്പുറത്ത് കയറ്റി ബായിസരണിലേക്ക് യാത്ര നടത്തുന്നതാണ്. ഹോട്ടലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ആംബിയൻസും നല്ല ക്ലൈമറ്റും ഒക്കെയുള്ള ഒരു സ്ഥലത്തു കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടാനുള്ള കാരണം. ഫുള്ള് വുഡൻ ഫിനിഷിൽ തീർത്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത. വുഡൻ ഫിനിഷ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ മാത്രം പ്രത്യേകതയായിട്ടുള്ള വുഡ് കൊണ്ടുള്ള ഒരു പ്രത്യേകതരം ടൈല് കൊണ്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാനായിട്ട് നമ്മൾ പഹൽഗാം ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. പ്രധാനമായിട്ടും ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് ഈ റോഡിൻ്റെ 2 സൈഡിലും ഉള്ളത്. ശ്രീനഗറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. നമുക്കിതൊന്നും പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടി ഈ സ്ട്രീറ്റിലൂടെ ഒരു ഈവനിങ് വാക്കിന് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് തണുത്ത കാറ്റൊക്കെ വീശാൻ തുടങ്ങി. കുതിരസവാരിക്ക് പോയിട്ടുള്ള ആളുകൾ കുതിരയുടെ പുറത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി ആയിട്ടേ ഉള്ളെങ്കിലും ഇവിടെ നന്നായിട്ട് ഇരുട്ട് വീണ് തുടങ്ങി. ആ കൂട്ടത്തിൽ ചെറുതായിട്ട് ഒരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കാശ്മീർ ട്രിപ്പിലെ അവസാനത്തെ സ്ഥലം, അതായത് പഹൽഗാമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഈവനിങ് ആയിട്ട് ഇവിടുത്തെ സ്ട്രീറ്റിലൊന്ന് നടക്കാനും മാർക്കറ്റിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തൊരു ചായയൊക്കെ കുടിക്കാൻ വന്നപ്പോൾ ഉള്ള ഫീലും വിഷ്വൽസും ഇതാണ്. മഞ്ഞ് പെയ്യുന്നുണ്ടോ നമ്മുടെ നേരെ മേളിൽ നിന്ന്. നമ്മുടെ ഗുൽമാർഗിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാറ്റും മഞ്ഞ് പെയ്ത്തുമായിരുന്നു. പക്ഷേ ഇത് വണ്ടർഫുൾ ആണ് കേട്ടോ, ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ നാട്ടിൽ മഴ പൊടിയുന്നത് പോലെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. തണുപ്പുണ്ട്, എന്നാലും സഹിക്കാവുന്നൊരു തണുപ്പും വീഴുന്ന മഞ്ഞും ഒരു എന്താ പറയുക, നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ളൊരു സ്ട്രീറ്റും വണ്ടർഫുള്ളാണ്. പഹൽഗാം ശരിക്കും കാശ്മീരിൽ വന്നിട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് പഹൽഗാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ പഹൽഗാം. ഒന്നുകൂടി ഞാൻ പറയാണ്, ഫണ്ടാസ്റ്റിക് ട്രാവൽ പ്ലാനിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു, ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് പറയുന്നു. ഇതുപോലൊരു വണ്ടർഫുൾ ട്രിപ്പ്, അതായത് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പ് ഓർഗനൈസ് ചെയ്ത് അത് പൂർത്തീകരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ കാശ്മീർ യാത്ര വൈൻഡപ്പ് ചെയ്യുകയാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കാശ്മീർ. വിൻ്ററിൽ വരുമ്പോൾ പ്രത്യേകം ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ എവിടെ പോയാലും മലയാളികളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയായി മാറി ഇപ്പോൾ കാശ്മീർ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.